സുപ്രധാന രംഗങ്ങൾ ഉൾപ്പെടെ വെട്ടിമാറ്റണമെന്നാവശ്യപ്പെട്ട സെൻസർ ബോർഡിനെതിരെ ആൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ നൽകിയ ഹർജിയിൽ കക്ഷി ചേർന്ന കത്തോലിക്ക കോൺഗ്രസ്. സിനിമയിൽ ദേശവിരുദ്ധ അജണ്ടയുണ്ടെന്നും വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് വിവരം ലഭിച്ചുവെന്നും കത്തോലിക്ക കോൺഗ്രസ് ഹൈക്കോടതിയിൽ അറിയിച്ചു. കത്തോലിക്ക കോൺഗ്രസിന് ആരാണ് വിവരം നൽകിയതെന്നും സിനിമയുടെ ഉള്ളടക്കം ഇവർക്ക് എങ്ങനെ ലഭിച്ചുവെന്നും അണിയറ പ്രവർത്തകർ ചോദിച്ചു. സെൻസർ ബോർഡിന് കൊടുത്ത സിനിമയുടെ പതിപ്പ് ചോർന്നതിൽ അണിയറ പ്രവർത്തകർ നിയമ നടപടി സ്വീകരിക്കും. കത്തോലിക്ക കോൺഗ്രസ് കക്ഷി ചേരാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. കക്ഷി ചേരാൻ അനുവദിക്കേണ്ടത് കോടതിയാണ്. അനുവദിക്കാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ അവർക്ക് എങ്ങനെ ഇത് കക്ഷി ചേർന്നിട്ട് ഇതിന് ആരോപണം ഉന്നയിക്കാൻ അവരെവിടെ നിന്ന് സിനിമ കണ്ടു? ഞങ്ങൾ കത്തോലിക്ക കോൺഗ്രസ്സിൽ പോയിട്ട് കഥ പറഞ്ഞിട്ടല്ല സിനിമ എടുത്തിട്ടുള്ളത്. ഞങ്ങൾ ഒരു മതത്തിനെയും ഒരു മതാധ്യക്ഷനെയും കത്തോലിക്ക കോൺഗ്രസിനെ ഒരാളെ പോലും മോശമാക്കിയിട്ട് പറഞ്ഞിട്ടില്ല. അവർ പറയുന്നത് ക്രിസ്തീയ ആചാരപ്രകാരമോ ക്രിസ്തീയ മതത്തെയോ അല്ലെങ്കിൽ ഒരു ബിഷപ്പിനെയോ ഇത്രയും നന്നാക്കി പറഞ്ഞ സിനിമ ഇതേ ഉണ്ടായുള്ളൂ. സെൻസർ ബോർഡിൻ്റെ സിനിമ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ വേറെ ആളെ കൂട്ടുപിടിച്ച് കാണിച്ചു കൊടുത്ത അവരുടെ അഭിപ്രായം തരലാണോ? എല്ലാം സുപ്രധാന രംഗങ്ങൾ ഉൾപ്പെടെ വെട്ടിമാറ്റണമെന്നായിരുന്നു ഹാൽ സിനിമയുടെ അണിയറ പ്രവർത്തകരോട് സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സെൻസർ ബോർഡിനെതിരെ ഹാൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ നൽകിയ ഹർജിയിൽ ഇപ്പോൾ കക്ഷി ചേർന്നിരിക്കുകയാണ് കത്തോലിക്ക കോൺഗ്രസും. സിനിമയിൽ ദേശവിരുദ്ധ അജണ്ടയുണ്ട് എന്നും വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് വിവരം ലഭിച്ചു എന്നുമാണ് ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് ഹൈക്കോടതിയിൽ അറിയിക്കുന്നത്. ഇപ്പോൾ ഈ അണിയറ പ്രവർത്തകർ ചോദിച്ച ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇവർക്ക് എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ നൽകിയത് എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിനിമയുടെ ഉള്ളടക്കം ഇവർക്ക് എങ്ങനെ ലഭിച്ചു എന്നുള്ളൊരു ചോദ്യമുണ്ട്. തീർച്ചയായും സെൻസർ ബോർഡിന് കൊടുത്ത സിനിമയുടെ പതിപ്പ് ചോർന്നതിൽ അണിയറ പ്രവർത്തകർ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. അഹമ്മദ് മുജ്തബ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. മുജ്തബ, ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് ഇപ്പോൾ കക്ഷി ചേർന്നിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു. ഈ അണിയറ പ്രവർത്തകർ സൂചിപ്പിച്ചതുപോലെ ഈ സിനിമയുടെ ഉള്ളടക്കം അത് ഇവർക്ക് എങ്ങനെയാണ് മനസ്സിലായത്? അമൃത, ജസ്റ്റിസ് വി ജി അരുൺ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് അല്പസമയത്തിനകം ഈ ഹർജി പരിഗണിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ വിഷയം ഇന്നത്തേക്ക് പരിഗണിക്കാൻ വേണ്ടി മാറ്റിയിരുന്നു. അതിനിടയിലാണ് താമരശ്ശേരി ബിഷപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിന് നൽകിയ പരാതികൾ ഉൾപ്പെടെ ചേർത്തുകൊണ്ട് ഹൈക്കോടതിയിൽ കത്തോലിക്ക കോൺഗ്രസ് ഒരു ഇംപ്ലിമെന്റ് പെറ്റീഷൻ അവർ കൂടി ഈ ഹർജിയിൽ കക്ഷി ചേർന്നുകൊണ്ട് ഹൈക്കോടതിയിൽ ചില കാര്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ആ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങളിലാണ് ഈ കഥയിലെ പ്രധാനപ്പെട്ട ക്യാരക്ടറുകൾ തമ്മിൽ മുസ്ലിം ക്രിസ്ത്യൻ അല്ലെങ്കിൽ രണ്ട് മതത്തിൽപ്പെട്ട ആളുകൾ പരസ്പരം വിവാഹം കഴിക്കുന്നതിന് ബിഷപ്പിന് സമ്മതമാണ് എന്ന തരത്തിലുള്ള അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു കണ്ടന്റ്, അത് സാമുദായികമായ ചില ഡിസ്ഹാർമണി, സമുദായ സൗഹാർദ്ദത്തിന് വിരുദ്ധമാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട്. അത് പ്രദർശന യോഗ്യമല്ല. അതുൾപ്പെടെയുള്ള നിരവധിയായ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ ബിഷപ്പ് ഇങ്ങനെ ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന തരത്തിലൊക്കെ ആശയവിനിമയം വരുമ്പോൾ അത് സമൂഹത്തിനിടയിൽ ചില സ്പർദ്ധകൾ ഉണ്ടാക്കും. അത് ബിഷപ്പിനും അതോടൊപ്പം തന്നെ രൂപതയ്ക്കും ഇത്തരത്തിലുള്ള അവരുടെ യശസ്സിന് കളങ്കം വരും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. മാത്രമല്ല, ഈ പരാതിയിൽ പ്രത്യേകമായി എടുത്തു പറയുന്നത് വിശ്വസനീയമായ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ച ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിനകത്ത് ചില ഇത്തരം കണ്ടന്റ് ഉണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്വാഭാവികമായും ഇതെങ്ങനെ ചോർന്നു? ഈ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് ആരാണ് ഈ കത്തോലിക്ക കോൺഗ്രസിന് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകൾക്ക്, ഈ പരാതി നൽകിയ ആളുകൾക്ക് ഈ വിവരം ചോർത്തി നൽകിയത്? പ്രധാനപ്പെട്ട ചുമതലകളിലിരിക്കുന്ന CBFCയുടെ അംഗങ്ങൾക്ക്, 4ഓ 5ഓ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അത്തരം അംഗങ്ങൾക്ക് പ്രദർശനത്തിന് അവർക്ക് സിനിമ കാണാൻ അനുമതി നൽകിയ ഈ ചിത്രത്തിന്റെ പതിപ്പ് അല്ലെങ്കിൽ അതിനകത്തുള്ള ഉള്ളടക്കം എങ്ങനെയാണ് ഈ മറ്റു ചില ആളുകൾക്ക് ചോർന്നു കിട്ടിയത് എന്നാണ് ഇപ്പോൾ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകൻ റഫീഖ് വീരയാണ് നേരത്തെ സംസാരിച്ചത്. അദ്ദേഹം ഈ സിനിമയുടെ സംവിധായകനാണ്. അദ്ദേഹം പറയുന്നത് ഇതിനെതിരെ കർശനമായി തന്നെ പോലീസിലും അതോടൊപ്പം തന്നെ കോടതിയിലും ഇത്തരം വിഷയങ്ങൾ ഉയർത്തി നിയമ നടപടി സ്വീകരിക്കും. സിനിമയുടെ പകർപ്പവകാശം വൈകിപ്പിക്കുന്നതിന് സെൻസർ ബോർഡ് ഉന്നയിക്കുന്ന വാദങ്ങൾ അത് കോടതിയുടെ ചലഞ്ചിലിരിക്കുന്ന ഒരു വിഷയമാണ്. അതിനിടയ്ക്ക് ഇതിന്റെ കണ്ടന്റ് സിനിമ പുറത്തിറങ്ങുന്നതിന് മുമ്പ് ആരാണ് മറ്റു ചില ആളുകൾക്ക് ചോർത്തി നൽകുന്നത് എന്ന പുതിയ മാനത്തിലേക്ക് ഈ വിവാദം വന്നിരിക്കുന്നു എന്ന് തന്നെയാണ് അമൃത സൂചിപ്പിച്ചതുപോലെ. എന്താണ് ഇതിനകത്ത് നടന്നിട്ടുള്ളത് എന്ന വിഷയം സംബന്ധിച്ച് കോടതിയിലും പോലീസിലും ഉൾപ്പെടെ അഭിഭാഷകരുമായി സംസാരിച്ച് തുടർ നടപടികളിലേക്ക് കടക്കുമെന്നാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ പറയുന്നത്. ശരി മുസ്തഫ.